നമസ്കാരം. അടുത്ത വർഷം ഇതേ സമയം എന്തായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്? സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. രാവിലെ തന്നെ എനിക്കൊരു സുഹൃത്ത് ഇന്ന് വന്നതായിരിക്കാം, പത്രത്തിൽ വന്ന ഒരു കട്ടിംഗ് എനിക്ക് അയച്ചു തന്നു. ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയിൽ കപ്പൽ ജോലി സംബന്ധിച്ച് വിദഗ്ധ പഠനം, പുതിയ ഒരു തൊഴിൽ മേഖല, കപ്പൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉള്ളതാണോ എന്ന് എനിക്ക് വ്യക്തതയില്ല. പോർട്ട് റിലേറ്റഡ് ആയിട്ടാണ് അവരുടെ കൂടുതൽ കോഴ്സുകളായിരുന്നെങ്കിൽ ഇപ്പോൾ കപ്പൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം എന്ന സുഹൃത്ത് എനിക്ക് അയച്ചു തന്നത്. നമ്മളിങ്ങനെ കുട്ടികളെ ഇങ്ങനെ ചേൺ ഔട്ട് എന്ന് പറയും, ഇങ്ങനെ നിർമ്മിച്ച് പരുവപ്പെടുത്തി എടുത്തിട്ട് എങ്ങോട്ട് വിടുകയാണ്? അന്തർദേശീയ മാർക്കറ്റിലോട്ട്. നമ്മുടെ ഇവിടെ കുട്ടികൾക്ക് എന്താണ് അവസരം നൽകാത്തത്? ഇങ്ങനെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് എന്തുകൊണ്ട് അവസരം നൽകുന്നില്ല? ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്നെ ഒരു കുട്ടി എന്നെ വിളിച്ചിട്ട് നാവിഗേഷൻ കോഴ്സ് പഠിക്കുകയാണ്, അദ്ദേഹത്തിന് ഇന്റേൺഷിപ്പ് കിട്ടാൻ മാർഗമുണ്ടോ എന്നുള്ള അന്വേഷണവുമായിട്ട് വന്നു. അപ്പൊ ഇത്തരം കുട്ടികൾക്ക് ഇങ്ങനെ അവര് പാടുപെട്ട് എവിടെയെങ്കിലും പോയി കണ്ടുപിടിച്ച് ഏതെങ്കിലും കോഴ്സ്, അതേ കേരളത്തിലല്ല പഠിക്കുന്നത്, വേറൊരു സ്ഥലത്താണ്, ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ ആ കുട്ടികളെയൊക്കെ ആകർഷിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അവിടെ ഈ മണ്ണിൽ തന്നെ നിലനിർത്താൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ ഇതോടൊപ്പം തന്നെ നമ്മൾ ആലോചിക്കണ്ടേ? ഇവിടെ ആഗോളതലത്തിൽ ഈ കപ്പൽ നിർമ്മാണ മേഖല എങ്ങോട്ട് പോകുന്നു? പ്രധാനപ്പെട്ട രാജ്യമായ അമേരിക്ക എടുക്കുന്ന നിലപാട് എന്താണ്? നമുക്കിക്കാര്യത്തിൽ എന്താണ് നമ്മുടെ പങ്ക്, എന്താണ് നമ്മുടെ റോൾ, എന്താണ് എന്നുള്ളതൊക്കെ തീരുമാനിക്കപ്പെടേണ്ടതാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ അടുത്ത മാർച്ച്, ഇപ്പൊ തന്നെ ഈ വർഷം തന്നെ 2025 തന്നെ ഇലക്ഷൻ ഇയറാണ്. 26 മെയ്യിലേക്കുള്ളതിന്റെ മുന്നോടിയായിട്ടാണ് CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തിലെ നയരേഖകൾ വന്നിരിക്കുന്നത്. നിരവധി പേർ സെയിലിംഗ് കമന്ററി വിമർശിച്ചു. നിങ്ങൾ സർക്കാരിന് പിന്തുണയ്ക്കാൻ വേണ്ടി അവസാന നിമിഷം ഇലക്ഷൻ മുന്നിൽ കണ്ട് അവരെന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ എന്തിനാണ് എന്നൊക്കെയുള്ള തരത്തിൽ വിമർശനങ്ങളുണ്ട്. എന്തായാലും അടുത്ത മാർച്ച് എന്ന് പറയുമ്പോൾ പിന്നെ ഇലക്ഷൻ മെഷീനറിയായി. ഇപ്പൊ ഈ ഒക്ടോബറിൽ തന്നെ ലോക്കൽ സെൽഫ് ഗവൺമെന്റുകളുടെ ഇലക്ഷനിൽ അടുത്ത അസംബ്ലിയിൽ ആരാണ് ജയിക്കാൻ പോകുന്നതിന്റെ ഒരു മുന്നൊരുക്കമാണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റിൽ നടക്കുന്നത്. അപ്പൊ തന്നെ ഏകദേശം പിടികിട്ടും. അപ്പൊ എന്തായാലും ഇതൊരു ഇലക്ഷൻ വർഷമാണ്. അതുകൊണ്ട് തന്നെ അജണ്ടകൾ സെറ്റ് ചെയ്യണം. സർക്കാരിന്റെ ബജറ്റിൽ നമ്മുടെ കപ്പൽശാല എന്നുള്ളൊരു പരാമർശം വന്നു. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കൊല്ലത്ത് അവതരിപ്പിച്ച രേഖയിലും തലസ്ഥാന വികസനത്തോടൊപ്പം കപ്പൽ നിർമ്മാണശാലയും പരാമർശിക്കപ്പെട്ടു. ഈ പരാമർശം കൊണ്ട് കാര്യമില്ല. തലസ്ഥാനത്ത് 14 MLA-മാരുണ്ട്. ഈ 14 MLA-മാരിൽ ആര് വിജയിക്കണം, ആര് തോൽക്കണം എന്ന് തീരുമാനിക്കുന്നത് ഇവിടുത്തെ ജനങ്ങളാണ്. ആ ജനങ്ങളെ എങ്ങനെ സ്വാധീനിക്കണം എന്ന് ഒരു വർഷം കൊണ്ട് സെയിലിംഗ് കമന്ററി അധ്വാനിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സെയിലിംഗ് കമന്ററി അതിന്റെ പ്രവർത്തനം, അതിന്റെ കടമ നിർവഹിക്കും. കപ്പൽശാല എന്ന് പറയുന്ന ദീർഘനാളായിട്ടുള്ള ആവശ്യം ഈ 2 പ്രധാന രേഖകളിൽ വന്നതുപോലെ അത് നടപ്പിലാക്കണം, അതിന് തുടക്കം കുറിക്കണം. ഇല്ലെങ്കിൽ തലസ്ഥാനത്തെ ജനങ്ങൾ 2026 മെയ് മാസത്തിൽ അവരുടെ കടമ നിർവഹിച്ചിരിക്കും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. കാരണം അത്തരം ഫീഡ്ബാക്കാണ് സെയിലിംഗ് കമന്ററിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് കാരണം പറയാൻ ഈ കപ്പൽശാലയുടെ കാര്യം പറയുന്നത്, ഇവിടെ പോർട്ടിനകത്ത് ഇന്നലെ ഞാനൊരു ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ മനസ്സിലാക്കിയത്, പോർട്ടിനകത്ത് നേരത്തെ അറിയാം, പോർട്ടിനകത്ത് വളരെ പരിമിതമാണ് തൊഴിലവസരം. പോർട്ടിന് പുറത്താണ് തൊഴിലവസരങ്ങൾ വരേണ്ടത്. അതിന്റെ പ്രവർത്തനങ്ങൾ ഒച്ചയിഴയുന്ന വേഗതയിൽ നടക്കുന്നു.
അതോടൊപ്പം കപ്പൽ നിർമ്മാണശാല വന്നാൽ വലിയ തോതിലുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. കപ്പൽശാലയ്ക്കകത്ത് ഒരാൾക്ക് ജോലി കൊടുത്താൽ പുറത്ത് 7 പേർക്ക് ജോലി കിട്ടും എന്നുള്ളതാണ്. കാരണം കപ്പൽശാലയോടനുബന്ധിച്ച് 2000 MSME യൂണിറ്റുകൾ പ്രവർത്തിക്കേണ്ടി വരും. അപ്പൊ അത്ര അധികം തൊഴിലവസരങ്ങൾ ഉണ്ടാവും. അപ്പൊ എന്തായാലും ബജറ്റിൽ രേഖ വന്നു, പാർട്ടി മുഖ്യമന്ത്രി അവതരിപ്പിച്ച രേഖയിൽ വന്ന സ്ഥിതിക്ക് ഈ സർക്കാർ തന്നെ ഇതിന് തുടക്കം കുറിക്കണം. അതിന് ആഗോളതലത്തിൽ പ്രധാനപ്പെട്ട രാജ്യമായ കീ ഇൻഡസ്ട്രി പ്രൊജക്ഷൻസ് ഇൻഡിക്കേറ്റ് ഡിമാൻഡ് ഫോർ 50,000 ഷിപ്സ്. 50,000 കപ്പലുകളുടെ ആവശ്യമാണ് വരുന്നത്. എപ്പോ? അടുത്ത 30 വർഷത്തിനിടയ്ക്ക് 50,000 ഷിപ്സ് വേൾഡ് വൈഡ് ഓവർ ദ നെക്സ്റ്റ് 30 years വിത്ത് എ പർട്ടിക്കുലർലി സ്ട്രോങ് എംഫസിസ് ഓൺ കണ്ടെയ്നർ ഷിപ്സ്. അതിൽ തന്നെ 50,000 കപ്പലുകളിൽ ഏറ്റവും കൂടുതൽ നിർമ്മിക്കാൻ പോകുന്നത് കണ്ടെയ്നർ വെസലുകളാണ്. അപ്പൊ ഇങ്ങനെ ഒരു വിപുലമായ മാർക്കറ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും പോർട്ട് വന്നിരിക്കുന്നു. ഇന്ത്യയിൽ ആദ്യത്തെ മദർ പോർട്ട് വന്നിരിക്കുന്നത് പോലെ തന്നെ ഏറ്റവും വലിയ കപ്പലുകൾ നിർമ്മിക്കാൻ കഴിയുന്ന, മദർ വെസലുകൾ നിർമ്മിക്കാൻ കഴിയുന്ന മദർ ഷിപ്പ്യാർഡ് തിരുവനന്തപുരത്ത് തുടങ്ങണം എന്നുള്ളതാണ് ഇന്നത്തെ റിപ്പോർട്ട് സർക്കാരിന്റെ മുമ്പിൽ വയ്ക്കുന്ന ഒരു നിർദ്ദേശം. അധികാരം കിട്ടുന്നവർ അത്തരം കാര്യങ്ങളിൽ എങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നുള്ളതിന്റെ ഒരു നല്ല ഉദാഹരണം, അവിശ്വസനീയമായ ഒരു ഉദാഹരണം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിന്റെ അവസാനത്തെ കാര്യം ഞാൻ ആദ്യം എടുത്തിട്ട് മറ്റുള്ളത് പിന്നെ വരാം. ആൻഡ് ഫോർ ദാറ്റ് പർപ്പസ്, ഏതാണ്? കപ്പൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ആൻഡ് ഫോർ ദാറ്റ് പർപ്പസ് ഐ ആം അനൗൺസിംഗ് ടുനൈറ്റ്. രാത്രിയാണ് അവിടെ യോഗം നടക്കുന്നത്. ആരാണ്? ജോയിന്റ് പാർലമെന്റ് ആണ്, ജോയിന്റ് കോൺഗ്രസ് ആണ്. ആൻഡ് ഫോർ ദാറ്റ് പർപ്പസ് ഐ ആം അനൗൺസിംഗ് ടുനൈറ്റ് ദാറ്റ് we will create a new office of shipbuilding in the White House. അടിയുടെ സിമ്പൽ. കപ്പൽ നിർമ്മാണത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലായോ? കപ്പൽ നിർമ്മാണം എന്ന് പറയുന്നത് അത്രയധികം പ്രാധാന്യമുള്ള ഒരു വിഷയമാണെന്ന് അമേരിക്കൻ പ്രസിഡന്റിന് പോലും ബോധ്യമായി. അദ്ദേഹത്തിന്റെ അമേരിക്കയുടെ ശക്തി ചോർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന വിവരമൊക്കെ അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹത്തിന്റെ മുൻ ഭരണകാലത്തും മനസ്സിലായി. അത് തിരിച്ചു പിടിക്കുവാൻ, ആ അപ്രമാദിത്വം തിരിച്ചു കൊണ്ടുവരാൻ അദ്ദേഹത്തിന്റെ ഓഫീസിൽ തന്നെ കപ്പൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു ഓഫീസ് വൈറ്റ് ഹൗസിൽ തുടങ്ങാൻ തീരുമാനിച്ചു. എന്താണ് സാഹചര്യം? ഇൻ വൈഡ് റേഞ്ചിങ് റിമാർക്സ് ടു എ ജോയിന്റ് സെഷൻ ഓഫ് കോൺഗ്രസ്. വളരെയധികം പ്രാധാന്യമുള്ള ഒരു ബോഡിയാണ് ജോയിന്റ് സെഷൻ ഓഫ് കോൺഗ്രസ്. നമ്മുടെ എവിടെയും പറയാറുണ്ടല്ലോ, രാജ്യസഭയും ലോക്സഭയും ഒരുമിച്ച് സമ്മേളിക്കുന്ന അപൂർവ സന്ദർഭങ്ങൾ. ഇൻ വൈഡ് റേഞ്ചിങ് റിമാർക്സ് ടു എ ജോയിന്റ് സെഷൻ ഓഫ് കോൺഗ്രസ് ബൈ പ്രസിഡന്റ് ട്രംപ്, the topics of both shipbuilding and control of the Panama Canal featured. രണ്ടും കടലുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹം പറഞ്ഞതിന്റെ അടുത്ത ദിവസം തന്നെ പനാമ ചൈന ഉപേക്ഷിച്ചു പോയി. അടുത്തത് കപ്പൽ നിർമ്മാണമാണ് അദ്ദേഹം പറഞ്ഞത്. ടു ബൂസ്റ്റ് അവർ ഡിഫൻസ് ഇൻഡസ്ട്രിയൽ ബേസ്. മനസ്സിലായല്ലോ, അവരുടെ വ്യാവസായിക അടിത്തറ വളർത്താൻ. ടു ബൂസ്റ്റ് അവർ ഡിഫൻസ് ഇൻഡസ്ട്രിയൽ ബേസ് വി ആർ ഓൾസോ ഗോയിങ് ടു റിസറക്ട് the American shipbuilding industry, including commercial shipbuilding and military shipbuilding. രണ്ട് കാര്യത്തിലും അവർ ഇത്രയും നാളും ഒരു അവധാനത പുലർത്തിയിരുന്നെങ്കിൽ അത് തിരിച്ചു പിടിക്കാൻ, ആ ഒരു റിസറക്ഷൻ, ഒരു പുനരുദ്ധാരണം പോലെ വീണ്ടും ഉയർന്നു വരുവാൻ ശ്രമിക്കുന്ന തരത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന് പറയുന്ന ആരാണ്? ലോകത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയാണ്. അദ്ദേഹം തന്നെ നേരിട്ടിറങ്ങി കളത്തിലിറങ്ങി കളിക്കാൻ തീരുമാനിക്കുകയാണ്. കാരണം ഒരു രാജ്യത്തിന്റെ തൊഴിൽ, വരുമാനം, GDP എല്ലാം സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഇൻഡസ്ട്രിയാണ് കപ്പൽ നിർമ്മാണം. നാളിതുവരെ അവർക്ക് അതിൽ ശ്രദ്ധിക്കാൻ കഴിയാത്തത് കൊണ്ട് അത് ചൈനയിലോട്ടും ജപ്പാനിലോട്ടും കൊറിയയിലോട്ടും ഒക്കെ പോയെങ്കിൽ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അവർ. എത്രത്തോളം അവരുടെ ഉയർന്ന ജീവിത ചെലവും ലേബർ കോസ്റ്റും വെച്ച് എത്രത്തോളം അത് വിജയിക്കുമെന്ന് അറിയില്ല. എന്തായാലും തീരുമാനം അവരെടുത്തിട്ടുണ്ട്. വൈറ്റ് ഹൗസിൽ തന്നെ അതിന്റെ ഓഫീസ് പ്രവർത്തിക്കാൻ, എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ മോണിറ്ററിംഗ് നടത്താൻ അവർ തീരുമാനിക്കുന്നു. ഇതാവണം നമ്മുടെയും നയം, കേരളത്തിലെയും ഭരണകൂടം ഇത്തരത്തിൽ കപ്പൽ നിർമ്മാണ മേഖലയെ സംബന്ധിച്ച് തീരുമാനങ്ങളെടുത്ത് അതനുസരിച്ച് മുന്നോട്ട് പോയാൽ തലസ്ഥാനത്തെ 14 സീറ്റുകളുടെ കാര്യത്തിൽ 2026 മെയ് മാസത്തിൽ ഒരു തീരുമാനം ഉണ്ടായേക്കും.